ഒരു സൂപ്പർ ഹീറോയാവാൻ വേണ്ടത് 3 കാര്യങ്ങളാണ്. നമുക്കവയെ ABC എന്ന് പേര് വിളിക്കാം. A ഫോർ അലേർട്ട്, B ഫോർ ബ്രേവ്, C ഫോർ കെയറിംഗ്. സോണി, സ്റ്റാർ പ്ലസ്, മാർവൽ, സ്റ്റാർ സ്പോർട്സ്, ഡിസ്നി തുടങ്ങി സ്റ്റാറിൻ്റെ എല്ലാ നെറ്റ്വർക്കുകളും ഒരേ സമയം പ്രീമിയർ ചെയ്ത ഒരു സൂപ്പർ ഹീറോ സീരീസിലെ നായകനോട് അയാളുടെ മുത്തച്ഛൻ സ്വപ്നത്തിൽ വന്ന് പറയുന്ന ഡയലോഗാണിത്. ഇന്ന് പറയാൻ പോകുന്ന കഥ ഒരു സൂപ്പർ ഹീറോയുടെ കഥയാണ്. വൺ ആൻഡ് ഓൺലി സൂപ്പർ വിയുടെ. Let's welcome on stage the King, Virat Kohli. എന്തുകൊണ്ടാണ് വിരാട് കോഹ്ലിയോട് ഇത്ര ഇഷ്ടം എന്നാലോചിച്ചിട്ടുണ്ട്? അത് നിരന്തരമായി നമ്മളെ ജയിച്ചു കൊതിപ്പിച്ച ഒരാളോടുള്ള അനുരാഗമല്ല. 2 അക്കം കാണാതെയും 0-നും പലവട്ടം പുറത്തായ വിരാട് കോഹ്ലി നമ്മുടെ ഓർമ്മയിലുണ്ട്. He's out, run out. Yes and no situation. Kohli had no chance at all. Oh, that's... Two slips for Kohli and he's tickled it. എന്നിട്ടും നമുക്കെന്തോ ഇഷ്ടമാണ് അയാളെ. അയാൾ 0-ന് പുറത്തായതിൻ്റെ പിറ്റേ ദിവസവും കൊതിയോടെ നാം അയാളെ കാത്തിരുന്നിട്ടുണ്ട്. ഇന്നും അയാൾ 0-ന് അവസാനിക്കുമെന്ന് കരുതിയുള്ള ഇരിപ്പായിരുന്നില്ല അതൊന്നും. എന്തുകൊണ്ടാണത്? ഏത് ലോ സ്കോറിൽ നിന്നും കത്തിക്കയറി വരാൻ ശേഷിയുള്ള അപാരനായ ഒരു പോരാളി അയാളിലുണ്ട് എന്ന നമ്മുടെ ബോധ്യമായിരുന്നു ആ കാത്തിരിപ്പുകൾക്ക് പിന്നിലൊക്കെ. എങ്ങനെയാണ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന ചോദ്യത്തിന് കോഹ്ലി ഒരിക്കൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യാനായിരുന്നില്ല ഒരിക്കലും എൻ്റെ ശ്രമം. ചെറിയ സ്കോറുകൾക്ക് പലപ്പോഴും പുറത്തായ ക്രിക്കറ്ററാണ് ഞാൻ. കൺസിസ്റ്റൻ്റായി കളിക്കാനാണ് ഞാൻ ശ്രമിച്ചിരുന്നതെങ്കിൽ ആ സ്കോറുകളുടെ തുടർച്ച മാത്രമായി അവസാനിക്കുമായിരുന്നു വിരാട് കോഹ്ലിയുടെ കരിയർ. മറിച്ച് ഇന്ന് കണ്ടെത്തിയതിനേക്കാൾ 1 റൺസെങ്കിലും അധികം നാളെ കണ്ടെത്താൻ കഴിയുമോ? ഇന്ന് ഫീൽഡിൽ നടത്തിയ പെർഫോമൻസിനേക്കാൾ അല്പം കൂടെ ഭേദപ്പെട്ട ഒരു പെർഫോമൻസ് നാളെ എനിക്ക് നടത്താൻ കഴിയുമോ എന്ന ശ്രമം മാത്രമായിരുന്നു ഉടനീളം വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റർ. मैं जानना चाहूंगी आज के क्रिकेटिंग वर्ल्ड में आपके फेवरेट क्रिकेटर्स कौन? India से obviously Virat Kohli is one of my favorites. നാം ജീവിക്കുന്ന ഈ യുഗമുണ്ടല്ലോ, അത് വിരാട് കോഹ്ലി യുഗമാണെന്ന് പാകിസ്ഥാൻ്റെ എക്കാലത്തെയും മഹാനായ ക്രിക്കറ്റർ വസീം അക്രം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അവനാണ് ഈ തലമുറയിലെ എക്കാലത്തെയും വലിയവൻ എന്ന് യുവരാജും കോഹ്ലിയെക്കുറിച്ചൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയ സ്കോറുകൾക്ക് പുറത്താകുമ്പോൾ കൂക്കി വിളിച്ചവരിൽ അവസാനിച്ചിരുന്നു കോഹ്ലിയെങ്കിൽ ഇപ്പറഞ്ഞ പറച്ചിലുകളിലേക്കൊന്നും ഒരിക്കലും അയാൾക്ക് വളരാൻ കഴിയുമായിരുന്നില്ല. എക്സിൽ ഇർഫാൻ പഠാൻ ഒരിക്കൽ കുറിച്ചിട്ടുണ്ട്, വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കൺട്രോൾ റൂമാണെന്ന്. കഠിനാധ്വാനത്തിൻ്റെ കണക്കുകൾ എണ്ണിപ്പറയാൻ മാത്രമുണ്ട് വിരാട് കോഹ്ലിയുടെ കരിയറിൽ. ഒരു ക്രിക്കറ്ററുടെ കരിയർ നമ്മൾ പരിശോധിക്കുമ്പോൾ അയാൾ നേടിയ സിക്സറുകളുടെ, അയാൾ നേടിയ ബൗണ്ടറികളുടെ, സെഞ്ചുറികളുടെ, 50കളുടെ ഒക്കെ കണക്കുകൾ നാം പറയാറുണ്ട്. പലപ്പോഴും പറയാൻ മറന്നു പോവാറുള്ളത് വിക്കറ്റുകൾക്കിടയിൽ അയാൾ ഓടിയെടുത്ത സിംഗിളുകളുടെ കണക്കാണ്. അങ്ങനെ എണ്ണിപ്പറയാൻ 5870 സിംഗിളുകളുടെ കണക്കുണ്ട് വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റർക്ക്. ലോക ക്രിക്കറ്റിലെ പല പ്രതിഭാധനരായ ബാറ്റ്സ്മാൻമാരും അവരുടെ മൊത്തം കരിയറിൽ നേടിയ റണ്ണുകളേക്കാൾ കൂടുതലാണ് വിരാട് കോഹ്ലി നേടിയ സിംഗിളുകൾ. ഈ സിംഗിളുകൾ കണ്ടെത്താൻ മാത്രം അദ്ദേഹം ഓടിയ ദൂരം 277 കിലോമീറ്ററാണ്. തൻ്റെ കൂടെ കളിച്ചിരുന്ന കളിക്കാരനു വേണ്ടി ഓടിയ ദൂരം 233 കിലോമീറ്ററുമാണ്. വിക്കറ്റുകൾക്കിടയിൽ വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റർ ഓടിയ ദൂരം 510 കിലോമീറ്ററാണ്. 510 കിലോമീറ്റർ ഒന്ന് സങ്കല്പിച്ച് നോക്കണം നിങ്ങൾ. അത്ര കഠിനാധ്വാനത്തിൻ്റെ, അത്ര അർപ്പണബോധത്തിൻ്റെ ഒക്കെ പേരാണ് വിരാട് കോഹ്ലി. ആവേശം പൊങ്ങുന്നേ, ആകാശം മുട്ടുന്നേ, ആഘോഷകാലത്തിൻ ആരംഭം കാണുന്നേ. പ്രാക്ടീസ് 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 എന്ന് വിരാട് കോഹ്ലിയുടെ ജീവിതം നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എനിക്കറിയാം ഇതുവരെയും ഉയർന്ന സ്കോർ കണ്ടെത്താൻ കഴിയാതെ പോയവരാവും നിങ്ങളിൽ പലരുമെന്ന്. അതിനർത്ഥം അത് കണ്ടെത്താനുള്ള ശേഷി നിങ്ങളിലില്ല എന്നല്ല, അത് കണ്ടെത്താനുള്ള അപാരമായ ശേഷി നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനുവേണ്ടി പൊരുതാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. അങ്ങനെയെങ്കിൽ
ഇന്ന് വിരാട് കോഹ്ലിക്ക് വേണ്ടി ഉയരുന്ന ഈ ആരവം നാളെ നിങ്ങൾക്ക് വേണ്ടിയും ഉയരും. ഉണരുന്നേ